ഹലോ, അതെ, നഴ്സിംഗ് ഹോമാണ്. പനി ഛർദിയല്ലേ? വൈകുന്നേരം 3 മണിക്ക് വന്നോ? വാസുദേവൻ ഡോക്ടർ ഉണ്ട്, നല്ലതാണ്. ആയിക്കോട്ടെ, 3 മണിക്ക് തന്നെ വരണം കേട്ടാ. 1ാമത്തെ ടോക്കൺ കിട്ടൂല, ഒരു 6ാമത്തെ ടോക്കൺ ഞാൻ റെഡിയാക്കി വെക്കാം. എന്നെ കണ്ടാൽ മതി, ഞാനേ കൗണ്ടറിലുണ്ടാവും. അതെ, ഉണ്ണി. ശരി എന്നാൽ. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഒരു കുഞ്ഞേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ, കാർ ആക്സിഡന്റ് ആയിട്ട്. ഒന്ന് നോക്കി എവിടെയാണ്? കുഞ്ഞേട്ടൻ. അതെ, ഏട്ടല്ല, കുഞ്ഞൻ. കുഞ്ഞേട്ടൻ മരിച്ചുപോയി. മരിക്കേ? അരമണിക്കൂർ മുമ്പേ മരിച്ചുപോയി. മരിക്കാനൊന്നും ആയില്ല ആള്. അത് നിങ്ങളാ തീരുമാനിക്കണ്ട്. അങ്ങനെയല്ല, കാറ് ഇടിച്ചിട്ട് കാലൊടുക്കി അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അല്ല, മരിക്കാൻ കിടക്കുന്ന ആളൊന്നല്ല. നിങ്ങൾ ശരിക്കും നോക്കി. കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ ആള് 96 വയസ്സ് വരെ ജീവിച്ചില്ലേ? ഇയാൾക്ക് 96 വയസ്സൊന്നും ഇല്ലാന്ന്, 38-40 വയസ്സുണ്ടാവും. ശരിക്കും നോക്കി കുഞ്ഞേട്ടെ. ഇല്ല, കുഞ്ഞേട്ടൻ പറയില്ല. ഇന്നലെ ഇന്നിപ്പം വന്ന ലാസ്റ്റ് രവി തീർന്നു. കുഞ്ഞേട്ടനില്ല. നിങ്ങൾ ആരെ പേര് വേറെ മാറിപ്പോയിട്ടുണ്ട്. നോക്കിയേ, മാറിപ്പോവാൻ എല്ലാരും കുഞ്ഞേട്ടനാണ് വിളിക്കല്. അങ്ങനെ എല്ലാരും വിളിക്കുന്ന കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ കാര്യമില്ല. അയാള് ആരെയും വീട്ടിൽ നാട്ടിലൊക്കെ വിളിക്കും, പല പേരും വിളിക്കും. എന്നെ ഇപ്പൊ കർത്തമ്പൂന്ന് വീട്ടിൽ നിന്ന് വിളിക്കും, നാട്ടിൽ നിന്ന് വിളിക്കും, എന്റെ ഉണ്ണിന്ന് വിളിക്കും, വീടിന്നോ ഉണ്ണി രാജാന്ന് വിളിക്കും. അങ്ങനെ 3 പേരിൽ വരും. അപ്പൊ ശരിയായി വരുന്നത് ഉണ്ണി രാജ. ഒറ്റ മിനിറ്റ്, ഞാൻ ചോദിച്ചാൽ തന്നെ, നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ മൂപ്പരെ കുഞ്ഞേട്ടാന്നാണ് വിളിക്കലേ. ഇനി വേറെന്തേലും പേരുണ്ടോന്ന് അറിയണല്ലോ. രാഘവേട്ടാ, മൊയ്തുവാണ്. രാഘവേട്ട, നമ്മളെ കുഞ്ഞേട്ടല്ലേ? ലോട്ടറി കുഞ്ഞേട്ടന് ശരിക്കുള്ള പേരെന്താ? വേറെ പേര് ശീതളെന്നോ? ശീതളെന്നാ പേരില്ലേ? ഞാന് കുഞ്ഞേട്ടൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് കുഞ്ഞേട്ടൻ എന്നറിയാം. ശരി, വെച്ചോളി. ശീതള എല്ലാം നോക്കി. ഇല്ലേ? ഐസിയിലൊന്നും കിടക്കേണ്ട കാര്യമില്ലല്ലോ. കാലൊടിഞ്ഞ ഐസി കിടത്തുവോ? ഐസിയുലല്ല, എ റൂമില്. അതായത് 312 AC റൂമിലാന്നുള്ളത്. എസിയിലാ കിടക്കണേ? ലോട്ടറി വെക്കുന്ന ആളാണ് കുഞ്ഞേട്ടായി. നമുക്ക് എന്ത് വെക്കാം, പക്ഷെ കിടക്ക നമുക്ക് എവിടെയും കിടക്കാം. എസിയിലും കിടക്കാം, നിലത്തും കിടക്കാം, എവിടെയും കിടക്കാം. 310 ലിഫ്റ്റ് ഉണ്ടാവില്ല ഇവിടെ അല്ലേ? ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. എന്താ? അത് രോഗിക്കും കൂടെ വന്ന ഒരാൾക്കും കയറാം. ഞാൻ രോഗിന്റെ കൂടെ വന്ന ആളാണല്ലോ. നിങ്ങൾ കാണാൻ വന്ന സന്ദർശകൻ വ്യത്യാസം വരും. നിങ്ങൾക്ക് കണക്കായിട്ട് സ്റ്റെപ്പ് ഉണ്ട്, കിടക്കട അങ്ങോട്ട് കയറി പോകാലോ. എനിക്ക് കൂടുതൽ സ്റ്റെപ്പ് ഒരുമിച്ച് കയറാൻ പറ്റൂല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു വേദന വരും. പ്രശ്നമില്ല. അത് നിങ്ങൾ കയറി 2ാമത്തെ നിലയെത്തുമ്പോൾ ഈ നെഞ്ചുവേദന കാണിക്കേണ്ട ഡോക്ടർ ആടെ ഉണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് 3ാമത്തെ നിലയിൽ പോലോ. അപ്പൊ വേണമെങ്കിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യാം. അപ്പൊ ഇത് ലിഫ്റ്റും കയറാം, എല്ലാം കയറാം, സ്റ്റെപ്പും കയറാം. എന്നാ ശരി. ശരിയാ. ഇതിപ്പോ ഈ ആശുപത്രിയിൽ എത്ര ബില്ലാവോ എന്തോ. ഇതെങ്ങനെ അടയ്ക്കും? ഇവിടെ കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നോ? അഞ്ഞേ കാശാവട്ടോ ഈ ആശുപത്രിയിലെ. ഈ AC റൂമൊന്നും വേണ്ടായിരുന്നു. എന്റെ അളിയനൊന്ന് അടങ്ങി സമാധാനമായിട്ട് കിടക്ക്. നമുക്ക് ആളിന്റെ ജീവനാണ് വലുത്. ഇന്നലെ വരെ അളിയൻ ബോധമല്ലാതെ കിടന്നപ്പോ നീ കാശിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ബോധം വന്നപ്പോ നിനക്ക് കാശിനെ കുറിച്ചുള്ള ബോധം വന്നു. കുഞ്ഞേട്ടാ, എന്താ കഥ? കുഞ്ഞാട്ട അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി. അല്ല, ഇത് ഒടിഞ്ഞു കിടക്കാല് 3ആയിട്ടും ഇല്ലാതെ പിന്നെ വെറുതെ പ്രശ്ന വർഷത്തിന് വേഷം കെട്ടിരിക്കാൻ ഞാൻ. എന്തൊരു കറക്റ്റാണ്. അല്ല, ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ തോമസ് ഒരു ലോട്ടറി വെച്ചപ്പോ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കടന്നാ. പുള്ളിക്കാരൻ വാണം വിട്ടമാരി വരവാന്നേ. അപ്പൊ മൂപ്പർ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ് അല്ലേ? ഇല്ല, പിന്നെ വണ്ടർ നെഞ്ഞതൊക്കെ ഞാൻ ചാടി കയറണ. എനിക്കെന്താ പ്രാന്താ? അങ്ങനല്ല, പറ്റണ്ടിപ്പോ ഇവിടുന്നാണെങ്കിൽ ഇത്രയല്ലേ പറ്റുമെന്ന് സമാധാനിക്കാം നമുക്ക്. ആ വീഴ്ചയില് തലേ മേലെ കൂടെ വണ്ടി കയറിപ്പോയില്ലെങ്കിൽ ആളുണ്ടാവും. ഇനിയിപ്പോ മോയിതൊക്കെ എന്തിനാ വന്നു? അല്ല മോളെ, കുഞ്ഞേട്ടനധികം പറ്റിയ തരുന്ന വീട്ടിലിരുന്ന് ഇരിപ്പ് ഉറക്കി നമുക്ക്. അല്ല, ഇതിപ്പോ AC റൂമിലൊക്കെ എങ്ങനെ എത്തി? ഇതിനൊക്കെ നല്ല കായാവൂലേ? ആരാത് കൊടുക്കുക? ജിയോ ബനെ കണ്ടിട്ട് ഞങ്ങൾ AC കിടക്കണേ കുഞ്ഞേട്ടാ? അതെ മൊയ്തു, അളിയനെ വണ്ടി കൊണ്ട് ഇടിച്ചില്ലേ സുഗതൻ എന്ന് പറയുന്ന ആ ഡ്രൈവർ, അയാള് കൊടുത്തോളൂ. അയാളുടെ അടുത്ത് കൊടുക്കാൻ ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൊടുക്കുവോ? അങ്ങനെയൊക്കെയാണ് ചേട്ടൻ പറയണല്ല, അങ്ങനെ ആണ്. ഉറപ്പല്ലേ വന്നതാ? ഉറപ്പാണ് മൊയ്തു. അതെ, ആ കൊണ്ട് ഇടിച്ചില്ലേ വണ്ടി, ആ സുഗതന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല.
നമ്മൾ കേസിന് പോയണ്ടല്ലോ അയാൾ ഓടി ഊപ്പാട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ സംസാരിച്ചു വന്നപ്പോ തന്നെ നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആശുപത്രിയിലെ ബില്ല് മുഴുവനും കൊടുത്തോ എന്ന് പറഞ്ഞു. കൊടുക്കാന്ന് പറഞ്ഞു. എന്നാ പിന്നെ വെന്റിലേറ്ററിൽ കിടന്നുകൂടെയോ? വെന്റിലേറ്റർ ഇവിടുത്തെ ഏറ്റവും മുന്തിയതാണ്. അവിടെ മണ്ടും എടുത്തേക്കേണ്ട കാര്യമൊന്നുമില്ല. ചുറ്റും നേഴ്സുമാരൊക്കെ ഉണ്ടാവും. നമ്മള് ശ്വാസം വരെ എടുക്കണ്ട, ശ്വാസം വരെ ഓരോ എടുത്തോളൂ. ഭയങ്കര സൗകര്യ. ചായ കുടിച്ചാർന്നോ? ഇല്ല മനോദാ, ചായ മേടിച്ചു കൊടുക്കട്ടോ. ഒരു പഴം പുഴുങ്ങിയൊന്നും വാങ്ങിട്ടാ വായ തിരികെ കൊടുക്കും. മനസ്സിലാവില്ല. ഞാൻ നിങ്ങളെ കൂടെ കുറച്ചേരം ഇല്ല ഒന്നുമില്ല, കമ്പനി ഇരിക്കാൻ വേണ്ടി വന്നാ. വെറുതെ എങ്ങനെ ഇരുന്നാ ബോറടിക്കൂല നിങ്ങൾക്ക്? ഇവിടെ മുറിവുണ്ട്, മുഖത്തെല്ലാം സീനുണ്ട് മൂപ്പർക്ക്. എങ്ങനെയുണ്ട് ശീതള ഇപ്പൊ? കാലില് പ്ലാസ്റ്റർ ഇട്ടോണ്ട് ഒന്നും അറിയണല്ല. പക്ഷെ വിരല് കുറച്ച് നീരുണ്ടായിരുന്നു. അപ്പോ സിസ്റ്റേഴ്സ് വിരലിങ്ങനെ അളക്കാൻ പറഞ്ഞിട്ടുണ്ടേ. അത് ഈ കാലിനുള്ള ഒടിവല്ലാതെ വേറെ അവയവങ്ങൾക്കൊന്നും വേറെ ബുദ്ധിമുട്ടില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലായിരുന്നോ? ഈ തലയുടെ വേദന ഇങ്ങനെ നിക്കാ. ഈ തലവേദന കാരണേ രാത്രി ഉറങ്ങണില്ല. അപ്പൊ ആ മഞ്ഞ ഗുളിക കൊടുത്താ മതിയോ ഡോക്ടറെ? ഡോക്ടറാ? ഡോക്ടറല്ലേ? ഇല്ല ഇല്ല, എന്റെ പേര് പാരിജാതൻ. ഞാൻ അഡ്വക്കേറ്റ് സത്യശീലന്റെ ഗുമസ്തനാണ്. തലയുടെ നോക്കണ ഡോക്ടർ വരൂന്ന് പുള്ളിക്കാരൻ. അതെ, സത്യശീലൻ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് അപ്പൊ ഒരു കേസ് ഫയൽ ചെയ്ത MACT കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ. പുള്ളിക്ക് അതിനെ കുറിച്ച് ധാരണയുണ്ടല്ലോ. അപ്പൊ ഈ MACT പ്രകാരം നമ്മളൊരു കേസ് ഫയൽ ചെയ്താല് ഇപ്പൊ ഈ പരുവത്തിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും നമുക്ക് നഷ്ടപരിഹാരം കിട്ടും. എത്ര? 50 ലക്ഷം രൂപ വരെ കിട്ടും. കേസൊന്നും വേണ്ട, അതിന്റെ പുറകെ നടക്കാൻ ഞങ്ങൾക്ക് വയ്യെന്നേ. അതെ 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 സാറേ, ഇവരൊന്നും വരണ്ട, ഞാൻ എല്ലാം ഏറ്റു. 50 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അത് കളയാനും അല്ലേ? ഇത് ആരാ തരണേ? അത് ഇൻഷുറൻസ് കമ്പനി തരും. ഇല്ല, പുള്ളിക്കാരന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാന്നേ. അത് ശരി. അപ്പൊ അയാൾക്ക് വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ലേ? അപ്പൊ കേസിന് ബലവുമായി. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി ഇടിച്ചാല് ഇടിച്ച ആളുടെ സ്വത്ത് വിറ്റിട്ടായാലും നമുക്ക് വിധിച്ച നഷ്ടപരിഹാരം കിട്ടുവേ. അപ്പൊ നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണ്, അത് വാങ്ങിയെടുത്തൂടെ? അല്ല, പുള്ളിക്കാരൻ ലോക തോൽവിയാട്ടോ സുഗതൻ. നയ പൈസ ഇല്ലാത്ത ആളാ. എന്റെ ശീതളേട്ട, ഒരു അബദ്ധം വന്നു കഴിഞ്ഞാല് അവര് രക്ഷപ്പെടാൻ വേണ്ടി പലതും പറയും. ഞാൻ ശ്രദ്ധിച്ചില്ല, ചിലപ്പോ ശീതളേട്ടൻ ചെന്ന് വണ്ടിയിൽ ചാടിയതാണ്, ആശുപത്രി ചെലവ് തരാന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. പറഞ്ഞു സാറേ, എന്നോട് പറഞ്ഞു ആശുപത്രി ബില്ല് അടയ്ക്കാന്ന് പറഞ്ഞു. ഞങ്ങള് ദിവസവും ഹാൻഡിൽ ചെയ്യണ കാര്യങ്ങളല്ലേ ഇത്. ഇത് പറഞ്ഞൊരു കാറുള്ളവന്റെ അടുത്ത് പൈസ ഇല്ലാതിരിക്കൂലോ. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, ഇത് അന്യായമൊന്നുമല്ല. നിങ്ങളൊരു പണി, ഈ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡില് അഡ്വക്കേറ്റ് സത്യശീലന്റെ ഓഫീസ് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. നിങ്ങളൊന്ന് അവിടത്തോളം വാ. ബാക്കി കേസൊക്കെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം. അല്ല അല്ല, മന്ദു ഒന്നും പറയണ്ട ശീതളേട്ടാ. ഇങ്ങോട്ട് കിട്ടുന്ന ഒഴിവാക്കരുത്. എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. എനിക്കൊന്നും അറിയാൻ ഒന്നും അറിയണ്ടാന്ന്. അത് ഞാനും മന്മഥനും കൂടി ആയിക്കോളൂ. ചേച്ചി, ഞാൻ നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞു തരാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അപ്പൊ ശീതളന്റെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തപ്പോ ഈ അടുത്ത കാലത്തൊന്നും ഈ കാല് വെച്ചിട്ട് ഇയാൾക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റൂലെന്നാ ഡോക്ടർ പറയണത്. അപ്പൊ നമുക്ക് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തിട്ട് 10-50 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് ജീവിച്ചൂടെ? ഇനി സുഗതം വിളിക്കുകയാണെങ്കിൽ പറയാം, അത് അഡ്വക്കേറ്റ് സത്യശീലം കൈകാര്യം ചെയ്യണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേസുമായിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ ഇതിരിക്കട്ടെ, എന്ത് ചായ കുടിച്ചോ? ഇല്ല, വെച്ചോ വെച്ചോ. നിങ്ങൾ ഓഫീസിൽ വന്നാൽ മതി. അളിയാ, ഇത്രയും നാള് ലോട്ടറി വിറ്റിട്ട് 10ന്റെ പൈസ ലോട്ടറി ആയിട്ട് അടിച്ചിട്ടുണ്ടാ? ഇതിപ്പോ ദൈവമായിട്ട് കൊണ്ട് തന്നതാണ്. നമുക്കൊരു ലോട്ടറി ബമ്പർ. അതെ, ഒരു കാരണവശാലും രണ്ടുപേര് ദൈവത്തെ ഓർത്ത് തടസ്സം നിർത്താവോ? എന്നെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാ. ഞാൻ നോക്കണ്ട ജിബാ, ജീവിതം പോയി കിടക്കാം. അതെടുത്തോ. ഇതൊരു ചായ മേടിച്ചു കൊടുക്കാതെ എടുക്കണം കേട്ടാ, പഴംപൊരി. സാറേ, സാറേ, ഉറങ്ങിയണ? ഒന്ന് വാങ്ങി. അതെ, ആ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. അത് പാർട്ടിക്കാരാണോ? വേണ്ട, അതല്ലെന്ന്, രാഷ്ട്രീയ പാർട്ടിക്കാരല്ല. ആ ആക്സിഡന്റ് ആയി ആശുപത്രി കിടന്ന ശീതളനില്ലേ, അവിടെ ഞാൻ ചെന്ന് ക്യാൻവാസ് ചെയ്ത് അയാളുടെ അളിയനെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, അവര് പുറത്ത് നിൽപ്പണ്ടവര്. ഇവിടെ ഉണ്ടാ? എന്നാ വരാൻ പറയൂ. അതെ, ഈ നനഞ്ഞ കോണാൻ പോലെ ഇരിക്കാതെ ഒന്ന് ഉഷാറായിട്ടിരിക്കും, വക്കീലാന്ന് അവർക്ക് തോന്നണ്ടേ. വിളിക്കട്ടെ? മന്മേട്ടാ, വിളിക്കണ്ട. എന്താ യുവനസായി ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവുക?
അത് നടക്കില്ല. അത് നിങ്ങളുടെ ഒരു ചെറിയ വിരൽ നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കേസ് വാദിച്ചിട്ട് അതിന്റെ ഉത്തരവ് മേടിച്ച് നിങ്ങൾക്ക് 26 ലക്ഷം ഉറുപ്പ്യ വാങ്ങിച്ചു തന്നത്. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയും? അല്ല പറയും നിങ്ങള്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു 2 ലക്ഷം ഉറുപ്പ്യ ഇവിടെ വെക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോളേ. ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി, ഓക്കെ ഓക്കെ. നമ്മുടെ മറ്റേ യൂനസില്ലേ, ചെറിയ വിരൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് എടുത്തില്ലേ നമ്മള്? യൂനസ്. അത് യൂസഫാണ്. യൂസഫ് എന്നാ പേര്. യൂസഫ് എന്നാണോ? അപ്പൊ യൂനസ് യൂസഫാണത്. യൂസഫിന്റെ കേസ്. അത് കുഴപ്പമില്ല. ഇടയ്ക്ക് യൂസഫ് വിളിക്കും, ചിലപ്പോ യൂനസ് വിളിക്കും. അതെ സാറേ, ഇവര് നമുക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയാണ്. ഇത് മന്മഥൻ, അത് മൊയ്തു. ആക്സിഡന്റ് കേസാണ്. വേണ്ട, അത് ശരിയാവില്ല, സമയമില്ല. അതാണ് നമുക്ക് തജുദി വക്കീലെടുത്ത് പോകാനാണ്. നിങ്ങൾ പിന്നെ പറഞ്ഞിട്ടല്ലേ മൂറിയാൻ പൊളിച്ചു. അത് സാറേ ഞാൻ പറഞ്ഞ പോലെ അത് സാറേ വളരെ പാവപ്പെട്ടവരാണ്, നമുക്ക് വേണ്ടപ്പെട്ടതാ. ഒന്ന് എന്താ പ്രശ്നം എന്നറിയോ? ഒരുപാട് കേസുകളാണ്. ഇത് എല്ലാം കൂടെ ആയിട്ട് തലങ്ങോട്ട് പുകഞ്ഞിരിക്കുക ഞാന്. അല്ല, വല്ലാണ്ട് തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾ തിരക്കില്ലാത്ത വക്കീൽമാരുടെ അടുത്ത് പോവേനിന്നാല്. അല്ല, അതിൽ കാര്യമില്ല. നിങ്ങളിപ്പോ കേസില്ലാത്ത ഒരു വക്കീലിന്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം? കേസുള്ള വക്കീലിന്റെ അടുത്ത് വരണം. അപ്പൊ പുറത്ത് പോയിട്ട് നിങ്ങൾ കേസില്ലാത്ത ആളുടെ അടുത്ത് ഒരു 10 ഉറുപ്പ്യ കിട്ടുന്നത് ഇവിടെ ആകുമ്പോ നിങ്ങൾക്ക് 25 ഉറുപ്പ്യ കിട്ടും. അതുകൊണ്ടാണ് സാറിന്റെ അടുത്തേക്ക് വന്നത്. അതെ, അതാ പറയണത്. അപ്പൊ എന്താ കേസ് പറയും? പിന്നെ എന്റെ അളിയന്റെ ഒരു കേസാണ്. ശീതളൻ എന്റെ അളിയനാണ്. എന്താണ് മൂപ്പന്റെ പണി? എന്താണ്? പുള്ളി ലോട്ടറി കച്ചവടമാണ്. അങ്ങനെ വിറ്റോണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ചത്, കാലുപോയി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ലോട്ടറി കച്ചവടമാണ് തൊഴിൽ എന്നുള്ള കാര്യവും നിങ്ങൾ വേറെ ആരുടെ അടുത്തും പറയണ്ട. സാർ പറഞ്ഞിട്ടില്ല മൊയ്തു? ഞാൻ ആരുടെ പറയില്ല, മൊയ്തുമായിട്ട് ഇനി ആരോടൊന്നും പറയില്ല കേട്ടോ. അല്ല, എന്താ പറഞ്ഞാൽ എന്താ? അല്ല സാർ, അതെന്താ പറഞ്ഞാൽ കുഴപ്പമില്ലുണ്ടോ? പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാലേ നമുക്ക് ഈ കേസിന് ബലം കിട്ടില്ല. അതാണ്. ഇദ്ദേഹത്തെ നമുക്ക് ഒരു ടാക്സി ഡ്രൈവർ ആക്കാം. വണ്ടി ഓടിക്കാൻ അറിയില്ല? വേണ്ട. ലോട്ടറിക്കാരനാണെങ്കിൽ കാല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അയാൾക്ക് അയാളുടെ തൊഴിലെടുക്കാം. പക്ഷെ ഡ്രൈവർ ആയാല് കാല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതേ പോയി. അല്ലെ? ആക്സിലേറ്റർ ചവിട്ടാൻ കാലുവാണല്ലോ. കാല് വേണ്ടേ? ഇതാണ് പോയിന്റ്. കറക്റ്റ് അല്ലേ? അളിയൻ ടാക്സി ഡ്രൈവർ ഫിക്സ്, അത് മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. ശരി. ഈ അളിയന് എത്ര വയസ്സുണ്ട്? അളിയന് 38 വരും. 38 ആവുമ്പോ ഒരു ഏകദേശം ഒരു 72 വയസ്സ് നമുക്ക് ആയുസ് വയ്ക്കാം. 72 75 വയ്ക്കാം, കുഴപ്പമില്ല. അപ്പൊ അതുവരെ അയാൾ തൊഴിലെടുക്കുമ്പോൾ അയാൾക്ക് ഏകദേശം ഒരു കാലിന് എന്ത് കിട്ടും സാറേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഏകദേശം ഒരു 40 ലക്ഷം രൂപ വരെ നമുക്ക് വാങ്ങിച്ചെടുക്കാം. അത് സാറേ, ഈ 40 എന്ന് പറയുന്നത് എന്തെങ്കിലും കൂടെ കൂടുതൽ കിട്ടാൻ വല്ല വഴിയുണ്ടോ? 40 കൂടുതൽ കിട്ടും, പക്ഷെ അതിന് മറ്റേ കാലം കൂടെ പോണം. അത് പോയില്ലല്ലോ. പോയില്ല. സമയദോഷം. അളിയന് ഭാഗ്യമില്ല. മറ്റേ കാലം കൂടെ പോയിരുന്നെങ്കിൽ ഇപ്പൊ 40 80 ലക്ഷം രൂപ ഒരു തുക കിട്ടൂലായിരുന്നു മൊയ്തു. നിങ്ങളെ ഭർത്താവിൻ്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാലം പോയി അളിയനെ കൊണ്ട് ഇനി ഒരു ഉപയോഗമില്ല. ഇനിയിപ്പോ ആ കുടുംബം കൂടെ ഞാൻ തന്നെ നോക്കണം. ഞാനൊരു വലിയ പ്രാരാബ്ധക്കാരൻ. ഈ കിട്ടുന്ന കാശ് കൊണ്ടുകൊണ്ട് എന്തെങ്കിലും കച്ചവടം തുടങ്ങാം സാറേ. എന്നിട്ട് അളിയനെ കൂടെ അവിടെ ഇവിടെ ഇരുത്തേം വേണം. 40 ആണെങ്കിലും 50 ആണെങ്കിലും അതിൽ നിന്ന് വേണം ഞങ്ങളുടെ ഫീസ്. സാറേ, അത് വേണ്ട. നിങ്ങൾ കയറ്റി ചെയ്തു, എത്ര വെച്ചാൽ കയറ്റി ചെയ്തോ. ഞങ്ങൾക്ക് 50 കിട്ടുന്ന രീതി ചെയ്തു. എന്റെ മന്മത കയറ്റി വെച്ച് കച്ചവടം ഞാൻ സ്ഥലക്കച്ചവടമല്ല. ഇതൊരു തന്റെ കാലുപോയ കേസാണ്. ഒരു മര്യാദ ഉണ്ടൊക്കെ പറയണേ. നമുക്ക് നോക്കാം മാക്സിമം കേട്ടോ. അപ്പൊ ടാക്സി ഡ്രൈവർ അത് മറക്കണ്ട. വേറെ ആരോടും പറയരുത്. ഓക്കെ, അപ്പൊ ശരി, കാണാം. വേറെ ഒരുപാട് കേസുകളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോളെ. പിന്നെ അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വ്യാരി ചോദിക്കും. എല്ലാം കൊടുത്തേക്കാം. അപ്പൊ കോടതി കാണാം. സാറിന്റെ കാർഡാണ്, നമ്പർ അതിലുണ്ട്. ശരി സാർ. ശരി. യൂനസ് അല്ല, യൂസഫ്. ഒരു പേര് പോലും മര്യാദ ഓർക്കാത്ത ആളാണ്. 40 ലക്ഷം മേടിക്കാൻ വന്ന് എന്നെ തല്ലു വിളിക്കല്ലേ. ഹലോ ഹലോ, ഓക്കെ. മണ്ടു വന്നേ. മണ്ടു, എന്താ? പൈസയുടെ കാര്യം എല്ലാം തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ. പൈസയുടെ 40 രൂപയല്ലേടി? 40 രൂപ. എന്ത് 40 രൂപ? എന്റെ മണ്ടു, അളിയന്റെ കാലിന് കിട്ടാൻ പോകുന്ന 40 ലക്ഷം രൂപയില്ലേ?
ഈ 40 ലക്ഷം രൂപ ഒരുമിച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അപ്പോൾ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് അവസാനം കരിമ്പുകാട്ടിൽ ആന കയറും പോലെ ആയിപ്പോവും. നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ആക്സിഡന്റ് കേസ് വാദിക്കണ വക്കീലന്മാർക്കേ നമുക്ക് നഷ്ടപരിഹാരം എത്ര രൂപ കിട്ടണോ അതിന്റെ 10% ഫീസായിട്ട് കൊടുക്കണം. അങ്ങനെയല്ലേ ഏട്ടാ നമ്മള് കേട്ടേക്കണേ? എന്നിട്ട് ഇപ്പൊ തന്നെ അയാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്താ. ആ നമ്മുടെ കേസ് വാദിക്കണ വക്കീലേ ആ പോപ്പൊന്നും അല്ല, സത്യശീലം വക്കീല്. ആക്സിഡന്റ് കേസ് വാദിക്കാൻ പ്രഗത്ഭനാണ്. പിന്നെ അയാൾ ഇപ്പോൾ 1 ലക്ഷം രൂപ വാങ്ങിച്ചെങ്കിൽ നമ്മൾ 10% ആണെങ്കിൽ പോലും 40 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ കൊടുക്കണം. കിട്ടിയാ കൊടുക്കാം. ഇത് അതിന് മുമ്പേ എന്തിനാണ് അയാൾ മേടിച്ചത്? നമുക്ക് കിട്ടും, അയാൾ മേടിച്ചിരുന്ന അയാൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ കേസിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അതിന് കുറച്ച് പൈസ ചെലവാകും, എന്നാലേ ഈ കാശ് കിട്ടുള്ളൂ. എന്റെ മനോഹ നിനക്കൊന്ന് പറയാവോ? ഇവിടെ ആകെ ഗതിയായിട്ടിരിക്ക. അതിന്റെ പൈസ ഇല്ല. ഇപ്പൊ 1 ലക്ഷം രൂപ ഞാൻ തിരുമറിച്ച് കൊടുത്തിരിക്ക. അത് മാത്രോ? ആശുപത്രിയിൽ എത്ര രൂപ ചെലവായി? അതൊക്കെ കടം മേടിച്ചാ കൊടുത്തേക്കണേ. ഇവിടുത്തെ വാടക കൊടുത്തിട്ടില്ല. എന്റെ മണ്ടു, ഈ 40 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യങ്ങളെല്ലാം തീരും. അപ്പൊ ഇതെല്ലാം സെറ്റിൽ ചെയ്തിട്ട് സമാധാനമായിട്ട് ജീവിച്ചൂടെ? ഇല്ല, പുള്ളിക്കാരൻ വരണ്ടോ? എന്താണ് ശീതള, കാലിനിപ്പോ എങ്ങനെയുണ്ട്? കാല് കൊണ്ട് ഒരു ഉപയോഗമല്ല, പേരിനൊരു കാല്, അത്രേ ഉള്ളൂ. ആശുപത്രിയിൽ വിചാരിച്ചൊക്കെ കൂടുതൽ കാശായില്ലേ? അതെ, ഞാൻ ഇപ്പൊ വന്നതേ ശീതളിന് ആ കേസും ഒന്ന് ഒഴിവാക്കണം. ഹലോ, നിങ്ങളടുത്ത് അന്ന് പറഞ്ഞില്ലേ ഇത് കേസ് ഒഴിവാക്കാൻ പറ്റില്ല, ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയാണെന്ന്? ഞാൻ പറഞ്ഞല്ലേ ശീതള, വേറൊരാളുടെ വണ്ടി വാടകയ്ക്കാണ് ഓടിക്കൊണ്ടിരുന്നത്. സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാൻ വേണ്ടി അടവിനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താ ഞാൻ. അതിന്റെ ഇൻഷുർ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം പറ്റിയത്. ഇൻഷുർ ഇല്ലാത്ത വണ്ടിയാണ്. കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് തരേണ്ട ഒരു നഷ്ടപരിഹാരം എൻ്റെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എന്നൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞത്. പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താലോ? എന്തോന്ന് എന്താന്നറിയാ നിങ്ങൾ പറയണത്? ഇല്ല, പുള്ളിയുടെ ടേറ്റ് കൊണ്ടാ പറയണേന്ന് പറയാ. അതെ, എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ? അളിയൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിയാലോ. ഇപ്പൊ നമ്മൾ ഈ കേസുമായിട്ട് കോടതിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അതാണ് ഞങ്ങളിപ്പോ തീരുമാനിച്ചേക്കണേ. ശീതള, ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. നഷ്ടപരിഹാരം തരാൻ എൻ്റെ അടുത്ത് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാ. അതെ, 4 ദിവസത്തിന്റെ ഉള്ളിൽ 1 ലക്ഷം ഉറുപ്പ്യ ഞാൻ ഇവിടെ കൊടുന്നേരാം. ഞാൻ പലിശയ്ക്ക് ഒരാളോട് ചോദിച്ചിട്ടുണ്ടേ. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഒന്ന് ഒഴിവാക്കി തരണം ഈ കേസ്. കേട്ടോ, പുള്ളിക്കാരനെ ആ കാശ് മേടിച്ചും ഒഴിവാക്കലല്ലേ? അളിയ, ഇങ്ങാണ് തരണം 1 ലക്ഷം രൂപ നക്കാപ്പിച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ? പിന്നെ ഇവിടുത്തെ ബാധ്യത, വാടകകൾ എത്ര മാസം പെൻഡിങ് കിടപ്പുണ്ട്. ഇതുണ്ടല്ല, ഒരു ദിവസം എത്ര രൂപ ഈ വീട്ടിൽ വരുമാനം കൊണ്ടുവന്ന ആളാന്ന് അറിയാമോ? ഇനി അതൊക്കെ ഞങ്ങളിത് വാടക വീട്ടിൽ തന്നെ കിടക്കണം. നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണേ ഉള്ളൂ. അതാണ് നമ്മുടെ തീരുമാനം. കാശ് കുറച്ച് ചെലവണ്ടേ? അതുകൊണ്ടാ കുറച്ച് മിനിസം കയറ്റി തരാൻ പറ്റുമെന്ന് ആലോചിക്കാറുണ്ട്. പറ്റുമോ? ഇയാൾ ഇനിയിപ്പോ കയറ്റി എത്ര കയറ്റുമെന്ന്? ചേട്ടാ, അയാളെ തിരിച്ചു വിളിക്കുക. നിവൃത്തിയില്ലാത്തോണ്ടല്ലേ? അയ്യോ, നിവർത്തിയില്ല. എടി 4 ദിവസം കൊണ്ടാണ് 1 ലക്ഷം രൂപ മറിച്ച് തരാന്ന് പറഞ്ഞത്. ഇവിടെ 1 ലക്ഷം രൂപ കയ്യിലുള്ളവരുടെ അടുത്ത് അവർക്ക് സഹതാപം. നക്ക പിച്ചയില്ലാത്ത എന്റെ അടുത്ത് ഒരു സഹതാപം ഇല്ലെന്നുള്ളതാണ്. ഞാനും ഭാര്യയും പിള്ളേരെയും കളഞ്ഞിട്ടാണ് അളിയനെ നോക്കാം ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ എന്തിനാ ഇവിടെ നിക്കണേ? ഇവിടെ ഒരു ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം. എങ്ങനെ ഇരിക്കണം അളിയ? ഞാൻ വിചാരിച്ച 40 ലക്ഷം രൂപ കിട്ടിക്കഴിയുമ്പോ എന്നെ അവള് കറിയെ പോലെ വലിച്ചു കഴിയുന്നു. അപ്പൊ അതിനു മുമ്പേ എന്റെ മന്മ, നീ എന്തുടെ കൈ പറഞ്ഞേ? അവളെല്ലാം പറഞ്ഞെന്ന് വിചാരിച്ച നീ ഇവള് പണ്ട് ഇങ്ങനെ തന്നെ അളിയ, എനിക്കറിയാം. പറയും ഞാൻ പുള്ളിക്കാരനെ പോകണ്ട നെഞ്ഞു പറയാ. അത് അഭിനയമാണ് അല്ലെ. 4 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ മറിച്ച് തരാന്ന്. ഇനി വരും അടുത്ത 8 ദിവസം കൊണ്ട് ഞാൻ 2 ലക്ഷം രൂപ തരാന്ന്. വിശ്വസിക്കരുത്. നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ചേട്ടാ, ഒന്നും മിണ്ടായിരിക്കാമോ?